ഒരു കുഞ്ഞൻ ക്യാമറ. നമുക്കത് ആദ്യം നമുക്ക് സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി 360 ഡിഗ്രിയിലേക്ക് കറങ്ങി റെഡി. ബി ഡ്രൈവ് അടിച്ച് നമ്മൾ ക്യാമറ ഇപ്പൊ അത് കണക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ കൂടെ ക്യാമറ നോക്കിയാൽ കാണാൻ ഞാൻ ഇപ്പൊ ഇതിൽ തിരിക്കുന്നതനുസരിച്ച് ക്യാമറ തിരിയുന്നതാണ്. ഹായ് എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയ അൺബോക്സ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മളൊക്കെ വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞൻ CCTV ക്യാമറയാണ്. ക്യാമറ പേരെന്ന് വെച്ചാൽ ക്ലൗഡ് സ്റ്റോറേജ് എന്ന ക്യാമറയുടെ പേര്. നല്ല ഇന്റലിജന്റ് ലെൻസും കാര്യങ്ങളൊക്കെ ഉള്ള സൂപ്പർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇനി ഇതൊരു കമ്പനിയുടെ പ്രൊമോഷൻ വീട്ടിലെ കാര്യങ്ങളൊന്നുമല്ല. ഇത് ഞാൻ നാട്ടിൽ പോകുമ്പോൾ എന്റെ വീട്ടിലേക്ക് ഫിറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ഒരു ക്യാമറയാണ്. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തി തരാം. ഇത് അടിപൊളിയായിട്ടുള്ള ക്യാമറ. ഇപ്പൊ സാധാരണ NVR DVR ഒക്കെ വെച്ചിട്ട് നമ്മളെ വീട്ടിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പൈസ ആവും. ഇത് വേറെ ഒന്നുമില്ല, ഇത് 1500 രൂപയ്ക്ക് താഴെയുള്ള ഈ ക്യാമറയുടെ വില. ഇതിൽ നമുക്ക് നെറ്റ് കണക്ഷൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിരുന്ന് എവിടെ ഇരുന്ന് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ രാത്രി ആരെങ്കിലും ഒരു കള്ളന്മാർ വന്നാലോ അതിനൊക്കെ ബൈക്കൊക്കെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ ബൈക്കോ കാറൊക്കെ മോട്ടിച്ചുകൊണ്ട് പോയാലോ ഇപ്പൊ കള്ളന്മാർ പല ഉടായ്പിലും കള്ളന്മാർ വരും. അപ്പൊ അതിനൊക്കെ എന്തൊക്കെ അവർ വന്നാലും നമുക്ക് ആളിനെ കാണാൻ പറ്റും. ഈ ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരാണ് വന്നത്, എന്താണ് വന്നത്, വേറെ ആരൊക്കെ വീട്ടിൽ വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് അറിയാൻ പറ്റും. ആദ്യമായിട്ടാണ് എന്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്ത ബെല്ലൈക്കൺ നാളെ മറക്കല്. ഇന്നലെ ഞാൻ ചെയ്ത പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കാണുക. നിങ്ങൾ ലൈക്ക് ഷെയറും കമന്റും നമുക്ക് അടുത്തടുത്ത വീഡിയോയുള്ള പ്രചോദനം. അപ്പൊ ഇത് നമുക്കൊന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം ഇതിലൂടെ എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് തുറന്നു നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കുഞ്ഞനായ ഒരു ക്യാമറ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുഞ്ഞൻ ക്യാമറ. നമുക്കത് ആദ്യം നമുക്ക് അതിന്റെ കണക്ഷൻ ചെയ്യാനുള്ള അതിന്റെ ഒരു വയറാണ്. അതിനുശേഷം കിട്ടുന്ന അതിന്റെ അഡാപ്റ്റർ ആണ്, അതിന്റെ പവറിന്റെ അഡാപ്റ്റർ. പിന്നെ നമുക്കിത് ക്യാമറ വാളിലോ അല്ലെങ്കിൽ ടോപ്പിലൊക്കെ റൂഫിലോ സീലിംഗിലോ വാളിലോ സീലിംഗിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന അതിന്റെ ഒരു ക്ലിപ്പ്. പിന്നെ അതിന്റെ ഫിഷർ സ്ക്രൂ കാര്യങ്ങളെല്ലാം. പിന്നെ അതിന്റെ കാറ്റലോഗ് ബുക്ക്. ഈ ബുക്കിൽ നമുക്ക് ഇതിന്റെ ഒരു ആപ്പ് നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അതിന്റെ QR കോഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ അതിനൊക്കെ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം, ആദ്യം വൈഫൈ കണക്ട് ചെയ്യുക, അങ്ങനെ എല്ലാ കേസിലും ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേ കണക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ മതി. ഇത് വേറെ പഠിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇത് നമ്മൾ ക്യാമറ ഈ കാണുന്ന നമ്മളെ ക്യാമറ നിങ്ങൾ കാണാം, എത്ര അടിപൊളിയായിട്ട് ഒരു ചെറിയൊരു കുഞ്ഞൻ ക്യാമറ. ഇത് നമുക്ക് ഇവിടെ ആ ക്ലിപ്പ് ഇവിടെ ഇട്ടതിന് ശേഷം നമുക്കിത് സീലിംഗിൽ ഇതേ കണക്ക് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതൊക്കെ ഇതിന്റെ വൈഫൈ ഇതിന്റെ ആന്റിനാണ്. ഈ ആന്റിന നമുക്ക് ഇങ്ങോട്ട് വേണോ തിരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് വലിയ പൈസ കാര്യങ്ങളൊന്നുമില്ല. ഇത് കണക്കിന് നമുക്ക് ഇവിടെ SD കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ട് ഉണ്ട്. നമുക്ക് ഇവിടെ SD കാർഡ് ഇട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അത് കണക്കിന് ഇത് റീസെറ്റ് ബട്ടണാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ, റീസെറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ഒന്ന് പവർ ഓൺ ആക്കി ബാക്കിയുള്ള കേസൊക്കെ ഒന്ന് പെട്ടെന്ന് നോക്കാം. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു പോർട്ട് കാണാം, അത് ഇതിന്റെ മൈക്കാണ്. നമുക്കിപ്പോ വെളിയിൽ ഇപ്പൊ ദൂരെ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമ്മളെ വീട്ടുകാരുടെയൊക്കെ ഒന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാമറയിൽ കൂടെ തന്നെ നമുക്ക് അതിന്റെ ആപ്പിൽ കൂടെ സംസാരിച്ചാൽ ഈ ക്യാമറയിൽ കൂടെ തന്നെ നമുക്കിത് വെളിയിൽ കേൾക്കാൻ പറ്റും. അതിനൊക്കെ ഇത് വീട്ടിൽ നമ്മൾ വെച്ച് ചെയ്തിരിക്കുമ്പോൾ വീടിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് നമ്മളെ മൊബൈലിന്റെ ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് കേൾക്കാൻ പറ്റും. അതിനൊക്കെ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമറയാണ്. മേലോട്ടും താഴോട്ടൊക്കെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഞാൻ ഇതിന്റെ പവർ ഒന്ന് കണക്ട് ചെയ്യാം. വേറെ അഡാപ്റ്റർ ഇവിടെ പവർ കുത്തിയതിനു ശേഷം ഇത് നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ഒന്ന് കണക്ട് ചെയ്യുക. ഇപ്പൊ നമ്മളെ പവറിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് പവർ വെളിയിലോട്ട് നമുക്ക് അതിന്റെ അഡാപ്റ്റർ പവറിലോട്ട് കുത്താം. കുഞ്ഞപ്പനിൽ ഇപ്പൊ പവർ ഓൺ ആക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി 360 ഡിഗ്രിയിലേക്ക് കറങ്ങി റെഡിയായി ഇപ്പൊ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. ഞാൻ പവർ ഓൺ ആക്കി ഇവിടെ കാണാം. ഓട്ടോമാറ്റിക് കറങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ ആപ്പ് എടുക്കുക. ആപ്പ് എടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാം. നിങ്ങളിവിടെ V380 Pro എന്ന് പറഞ്ഞൊരു ആപ്പ് കാണാൻ പറ്റും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത് കണക്ക് നമുക്ക് ഈ ആപ്പ് ഓപ്പൺ ആയി വരും. ഞാൻ ഇത് ഓൾറെഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആകുന്ന സമയത്ത് ഇവിടെ കാണാം, ഇത് കണക്ക് ഓപ്പൺ ആയി വരും. അത് കണക്കിന് ഇതിൽ നമ്മൾ ചെയ്യാനുള്ളത് വെച്ചാൽ നമ്മുടെ Gmail ID പാസ്വേഡും നമ്മളിത് കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ Gmail ID പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവണം. ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ഇത് കണക്കാണ് അതിന്റെ സ്ക്രീൻ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു പ്ലസ് ഐക്കൺ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ആഡ് ക്യാമറ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ ചോദിക്കും. അത് ക്യാമറയുടെ ഈ സൈഡിലായിട്ട് QR കോഡ് ഉണ്ട്. അത് നമുക്ക് ഇത് കണക്ക്
സ്കാൻ ചെയ്തിടുക. സ്കാൻ ചെയ്തപ്പോൾ സ്കാൻ ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം വി ഡ്രൈവ് അടിക്കുക. ബി ഡ്രൈവ് അടിച്ച് നമ്മളെ ക്യാമറ ഇപ്പൊ അത് കണക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പ്ലേ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ കാണാം ഇപ്പൊ നമ്മളെ ക്യാമറ ഇപ്പൊ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതില് മേലോട്ടും താഴോട്ടും അതിനൊക്കെ റൊട്ടേറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ക്യാമറ നോക്കിയാൽ കാണാം. ഞാൻ ഇപ്പൊ ഇതിൽ തിരിക്കുന്ന അനുസരിച്ച് ക്യാമറ തിരിയുന്നതാണ്. നമുക്ക് ക്യാമറ ഒന്ന് പോക്കാം. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ നേരെ ഇട്ടിട്ട് ക്യാമറ തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾ ഇവിടെ കാണാം. ഞാൻ ഇപ്പൊ ഈ ക്യാമറ നോക്കിയാണ് ഇപ്പൊ എന്റെ ഈ ക്യാമറ എന്റെ സൈഡിലോട്ട് തിരിച്ചിരിക്കുകയാണ്. ഇപ്പൊ എന്റെ ഈ ക്യാമറ നോക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി നമുക്കിപ്പം ഞാൻ സംസാരിക്കുന്ന ഇപ്പൊ ക്യാമറ കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ എന്റെ ഇപ്പൊ ഇവിടെ ഒരു മൈക്ക് കുത്തിയിട്ടുണ്ട്. ഈ മൈക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ ക്യാമറ വെച്ചിട്ട് ഞാൻ ഇവിടെ സംസാരിക്കാം. അപ്പൊ ഇതിപ്പോ നമ്മളെ ക്യാമറ കൂടെ കേൾക്കും. ഇപ്പൊ ഞാൻ ഈ മൈക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ക്യാമറയുടെ ബാക്കിൽ ഇവിടെ ആയിട്ട് സ്പീക്കർ ഇവിടെ ഈ സൈഡിലായിട്ട് ഇവിടെ കാണാം. ഈ സൈഡായിട്ട് എന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു സ്പീക്കർ ഉണ്ട്. ഈ സ്പീക്കറിൽ വെച്ചിട്ട് ഞാൻ ഇപ്പൊ സംസാരിക്കാൻ പോവുകയാണ്. അതിന് സംസാരിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. നമ്മള് ഈ മൈക്കിലോട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് സംസാരിക്കുക. ഹലോ 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 1 2 3 ഹലോ 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 ഹലോ. ഇനി നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ ആരൊക്കെ സംസാരിക്കുന്നുള്ള നമുക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു വട്ടം കാണാൻ പറ്റുന്ന ഇവിടെ ഈ സ്പീക്കർ ഈ സ്പീക്കർ ഇവിടെ ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതും കേൾക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ ഈ മൈക്കിൽ കൂടെ സംസാരിക്കണതും ഈ നമ്മളെ ഈ ആപ്പിൽ കൂടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അത് അതിന്റെ സ്പീക്കർ ഒന്ന് ഓഫ് ചെയ്യാം. ഞാൻ ഇപ്പൊ സ്പീക്കർ ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എന്റെ ഈ ഡിവൈസും അതിനൊക്കെ ഫോണും കൂടെ അടുത്തെടുത്തിരിക്കുന്നുണ്ടാണ് അതിന്റെ എക്കോ വരണത്. ഇതിപ്പോ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. അതിനൊക്കെ തന്നെ സൂം ഔട്ട് സൂം ഇൻ അങ്ങനെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഇവിടെ റെക്കോർഡ് ബട്ടൺ ഉണ്ട്. ഈ റെക്കോർഡ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാം. അത് നമ്മളെ ക്യാമറ ഇപ്പം റെക്കോർഡിലേക്ക് പോവുകയാണ്. ഇപ്പൊ നമ്മളെ ക്യാമറയിൽ ഇപ്പൊ റെക്കോർഡ് ആവുകയാണ്. ഇപ്പൊ നമ്മളെ മൊബൈലിലോട്ട് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് റെക്കോർഡ് വേണമെന്നുള്ളപ്പോൾ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ റെക്കോർഡ് ചെയ്യാം. സൈഡിലോട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണക്ക് നമുക്ക് സൈഡിലോട്ട് ക്യാമറ കറക്കി തിരിക്കാം. അതിനൊക്കെ തിരിച്ച് ഇങ്ങോട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിക്കാം. അതിനൊക്കെ തന്നെ ഒന്ന് പൊക്കണം ക്യാമറ. നമുക്ക് ഇപ്പൊ ഞാൻ ഇപ്പം മേലെ എന്റെ ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറ അതായത് ഇപ്പൊ ഐഫോൺ ഷൂട്ട് ചെയ്യുന്നുണ്ട്, മേലെ വെച്ച് ഐഫോണിലോട്ട് ഇപ്പൊ എടുത്തേക്കണം. അങ്ങനെ ഇവിടെ കാണാം. നാട്ടിൽ നമുക്കൊന്ന് അലർട്ട് ചെയ്യണം. അത് ആരെങ്കിലും വരുന്നുണ്ട്, അത് ഈ ക്യാമറയുടെ ഭാഗത്ത് ആരെങ്കിലും വരുന്നൊന്ന് അലർട്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇവിടെ ഒരു അലർം കാണാം. അലർം നമ്മള് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 30 സെക്കൻഡ് അത് അലർട്ട് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇത് കണക്ക് ക്യാമറ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക് ഓഫ് ആക്കി കളയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അടിപൊളിയായിട്ടുള്ള ക്യാമറയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത ബെല്ലൈക്കൺ ആളെ കിട്ടാൻ മറക്കാം. നിങ്ങൾ ലൈക്ക് ഷെയറും കമന്റ് ആണ് നമുക്ക് അടുത്തടുത്ത വീഡിയോയിലുള്ള പ്രചോദനം. അപ്പൊ നല്ല കാര്യം വീണ്ടും അടുത്ത വീഡിയോ കാണാം.